ഗൈസ് അങ്ങനെ കാത്തിരുന്നിട്ടൊന്നുമില്ല, വാങ്ങണമെന്ന് വിചാരിച്ച് വാങ്ങിച്ച്. നമ്മൾ പ്രവാസികളല്ലേ ഗൈസ്. അപ്പം നമ്മൾ കരിച്ചത് പൊരിച്ചതൊക്കെ ഓയിലൊക്കെ ഉപയോഗിച്ച് ആകെ നമ്മൾ ഫാറ്റ് വന്ന് കൊളസ്ട്രോൾ ഒക്കെ വന്നിട്ട് നമ്മൾ ആകെ സീനാവും. അപ്പം നമ്മൾ കൊളസ്ട്രോൾ ഒന്നും വരൂല എന്നല്ല പറഞ്ഞത്. നമുക്ക് ചിക്കനൊക്കെ കഴിക്കാൻ കുറച്ചും കൂടെ നമ്മൾ പേടിച്ചിരിക്കുന്നതല്ലേ കൊളസ്ട്രോൾ ഒക്കെ വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പം നോക്കുമ്പോൾ ഞാനൊരു എയർ ഫെയറാണ് വാങ്ങിച്ചത്. ഓയിലും ഇല്ല, വെളിച്ചെണ്ണ ഇല്ല, ഒന്നുമില്ലാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. മസാല ഒക്കെ വെച്ചിട്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അത് കണ്ടോ, ഓപ്പൺ ആക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഹാപ്പിനെസ് ഗ്യാരണ്ടീഡ് ആണെന്ന് പറയുന്നത്. G-Pass-ന്റെ 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇതിനെ കുറേ മുന്നേ വാങ്ങണമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഇത് വാങ്ങണമെന്ന് പറഞ്ഞാൽ. കുറേ ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങണം. ഫോണിലൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് സമയവും അല്ലെങ്കിൽ ഇതിനോടുള്ള ആ സംഭവമൊക്കെ ഇങ്ങനെ കൂടി വന്നത്. എൻ്റെ ഓഫീസിലൊക്കെ 2 ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ യൂണിഫോം പോലും മാറ്റാതെ ഇനി തന്നെ എടുക്കുന്നത് ഗൈസ്. ഇത് വലിപ്പത് 4 ലിറ്റർ ആട്ടോ. ഒരു ചിക്കനൊക്കെ കൊള്ളും എന്നൊക്കെ വിചാരിക്കുന്നു. ഇവിടെ ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലേ, കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് വന്നേയും പാടനെ പിടിച്ച് വലിക്കായിരുന്നു. ഉണ്ടോ? നമ്മളൊന്ന് വാങ്ങുമ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം പല റേറ്റിനും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ പറയുക, പ്ലാസ്റ്റിക് അല്ലാത്ത ഇങ്ങനത്തെ സംഭവം നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചും കൂടെ നല്ല നോൺ സ്റ്റിക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് എടുക്കാൻ പറ്റും. ചിലതൊക്കെ അത് അറ്റാച്ച് ആയിട്ട് വരുന്ന സംഭവമുണ്ട്. അത് കഴിയുന്നതും വാങ്ങാതിരിക്കുക. ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക് ചിലപ്പം ഇതിൻ്റെ എന്താ പറയുക ചിക്കൻ്റെയും ഇതിൻ്റെയൊക്കെ സൂപ്പൊക്കെ ഇതിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും വാഷ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതും കൂടെ കാണിച്ചാൽ എനിക്ക് തൃപ്തിയാവുള്ളൂ ഗൈസ്. മസ് നമ്മൾ എന്ത് കുക്ക് ചെയ്യും? എന്താണ് തുടങ്ങിക്കോ? ചിക്കൻ എടുക്കുന്ന ചിക്കൻ പവർ ഹീറ്റ്. ഇത് മാനുവലാണ്, അതുകൊണ്ടാണ്. നമ്മൾ ചിക്കനൊക്കെ ഇതേമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലിങ്ങനെ നിവർത്തി വെച്ചുകൊടുക്കും. അപ്പം കണ്ടോ, നമ്മൾ ഗൈസ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പൊട്ടിത്തെറിച്ചിട്ടില്ല, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച ചിക്കൻ ഇതിലൊക്കെ നമ്മൾ തിന്നു കഴിഞ്ഞിട്ട് പേരിടുന്നതായിരിക്കും. അപ്പോൾ ഇത് കിട്ടിയ ആവശ്യത്തിന് നമ്മൾ എന്തായാലും ചെയ്ത് നോക്കാം. ചിക്കൻ നമ്മളിപ്പോൾ ചിക്കൻ എന്താ ചെയ്യുന്നത്, ഇത് 150 ഡിഗ്രിയിൽ അവിടെ ഓണാക്കും. സ്വിച്ച് പവർ ഓൺ ചെയ്യാൻ പവറൊന്നും കാണാമല്ലോ. 200 അല്ലേ ഇവിടെ? 150. അറിയില്ല ഗൈസ്, ഇങ്ങേർക്ക് അറിയില്ല. ഇതെങ്ങനെ സെറ്റാക്കാം? 150 എന്നുള്ള ഇതെങ്ങനെ സെറ്റാക്കാം? അത് സമയം ടൈമാണ്. 22 minutes കറക്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതെന്തൊക്കെയാ ഒച്ചപ്പാടൊക്കെ വരുന്നില്ല, വരും. എന്തോ ഇങ്ങനെ കറങ്ങുന്നൊക്കെ ഉണ്ട്, കാണാനും പറ്റുന്നില്ല. നമ്മൾ നോക്കാം എങ്ങനെ വരും. നമ്മൾ തുറന്നു. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. ഇത് ഇത്ര 20 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ടിക് എന്നുള്ള സൗണ്ടിൽ ഓഫായി. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഒത്തിരി ചൂടൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചൂട്. വലിയ ചൂടൊന്നും ഇല്ല, അത് ചൂടുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് പേടി. ചിക്കൻ്റെ സ്മെല്ലൊന്നുമില്ല. നമ്മളെ മസാല ശരിയാവാനായിട്ടാണ് തോന്നുന്നത്. യെസ്, ചെയ്യില്ല. നമുക്കത് എടുത്ത് നോക്കാം ഇത് വന്നിട്ടുണ്ടോ എന്നൊക്കെ.
We'll take time, bro. വേറെ കഷ്ണം എടുത്ത് നോക്കാം. അതൊരു ഇത് രസമല്ല. നമുക്ക് വേറെ കഷ്ണം എടുത്ത് നോക്കാം. അതെടുക്കണ്ട, അത് എന്താ ഈ അവിടുന്ന് വാ പൂട്ട്. ഗായ്സ് ഇത് വന്നിട്ടുണ്ട് ഗായ്സ്. വന്നിട്ടില്ല ഗൈസ്. കുറച്ചുകൂടെ വേണം ഗൈസ്. സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അത് ഒറ്റയ്ക്ക് പറഞ്ഞാൽ പോലെ ബാക്കിയുള്ള എന്താ ക്ഷമ തിന്നോക്കി പറയും. വാടാ വെന്തോ വെന്തിട്ട് ചിക്കൻ ഇത്രേ വേവാൻ പാടുള്ളൂ. കൂടുതൽ വെന്താ ചിക്കൻ ശരിയാവും. ഇല്ലടാ, മസാല പിടിച്ചിട്ടില്ലടാ. നല്ല തിക്കായിട്ട് നല്ല സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്താ പറയാൻ ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ വന്നിട്ടില്ല. മെസ്സേജ് ചെയ്യ്, എന്റെ നമ്പർ കട്ടായി പെട്ടെന്ന്. എത്ര രൂപയ്ക്ക്? 742. ഇതിങ്ങനെ വേണമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് സൂപ്പർ ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് സാധനം. ഒന്നും ടേസ്റ്റ് നല്ല ഇതുണ്ട്, ടേസ്റ്റും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ മസാല ഉണ്ടല്ലോ, എന്താ പറയാ, മുളകും പൊടി ഇതൊക്കെ നമ്മൾ ചേർക്കുമ്പോ അത് ചട്ടിയിലിട്ട് ആദ്യം വേവണ പോലെ വെന്തിട്ട് നമ്മളിതിൽ മസാല തേച്ച് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇത് കണ്ടോ കരിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വേവുന്നുണ്ട്. നല്ല ചിക്കൻ്റെ സ്മൂത്തി കുറച്ച് തൈര് ഇട്ടിട്ട് മസാല തൈരൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേൾക്കണ്ട ഗൈസ്. ആർത്തി മൂർത്ത് പെരാന്തായി എന്റെ കൂട്ടുകാരൻ സ്വന്തമായി ഒറ്റയ്ക്ക് ചിക്കൻ ഉണ്ടാക്കി ഒറ്റ കഴിക്കുന്ന ജിംനാസ്റ്റിക് ബോഡി. സി ഗൈസ്, ഉരുണ്ട് കയറിയിരിക്കുന്നുണ്ടില്ലേ. എല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഇത് വെറും പ്രോ ഉണ്ടാക്കിയതല്ല, കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കിയ ബോഡിയാണ് ഗൈസ്. ഇത് വെറും പാഴ്ത്തടിയല്ല ഗൈസ്. 2 1 ഗൈസ്. ആവി പാറുന്നു ഗൈസ്. ബിരിയാണി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഈ ബിരിയാണിയും കൂടെ കൂട്ടിയിട്ട് ഈ ചിക്കനും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും. അച്ചാറും കൂടെ സലാഡും കൂടെ ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. ചിക്കൻ ഗൈസ് അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ചോദിക്കരുത്, ഇതൊരു സൈസ് ബിരിയാണിയാണ്. ആമേ ഗൈസ് അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി. ഓക്കെ, ഇത് ബിരിയാണി അല്ല, ഇത് വേറെ സൈസ് ബിരിയാണിയാണ്. ഓക്കെ, എവിടെ കാര്യം ഇത് എനിക്ക് വേണം. 113 അതെനിക്ക് വേണം. എന്നാ വേറെ എടുത്തോ. വേറെ എടുത്തോന്നോ? അതിൽ വേറെ എടുത്ത് താന്നു. വേണ്ട, ഇത് വേണ്ട. അതിലെടുക്ക വേറെ കാലുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഈ ചിക്കനും കൂട്ടി നമ്മളൊന്ന് കഴിച്ചു പോകുന്നു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് മിസ്റ്റർ മാഷ് ശരത് കുമാർ, മിസ്റ്റർ ശ്യാം കൃഷ്ണൻ, ശ്യാം കുമാർ വായത്തോന്നി വിളിച്ചറിയണം ഗ്രാമവാസി.